വെൽക്കം ബാക്ക്. ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് സോണി കമ്പനിയുടെ ടിവിയിൽ നമുക്ക് റിമോട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു റിമോട്ട് നമ്മുടെ ഫോണിൽ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമുക്ക് നോർമൽ സോണി ഗൂഗിൾ ടിവിയുടെ ഒക്കെ റിമോട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു റിമോട്ട് നമ്മുടെ ഫോണിൽ കിട്ടാനായിട്ട് നമ്മുടെ ഫോണിൽ ഗൂഗിൾ ടിവി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് ഒന്നല്ലെങ്കിൽ ഇപ്പൊ വരുന്ന മിക്ക ആൻഡ്രോയിഡ് ഫോണുകളിലും അല്ലെങ്കിൽ iOS ഫോണുകളിലും നമുക്ക് ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലോ ആപ്പിൾ സ്റ്റോറിലോ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇത് ഉപയോഗിക്കാനായിട്ട് ഇതിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ടിവിയിൽ നമ്മുടെ വൈഫൈ ഇതിൽ കണക്ട് ചെയ്തിടണം. അപ്പൊ വൈഫൈ ആദ്യം കണക്ട് ചെയ്തതിനു ശേഷമാണ് ഇത് ടിവിയിൽ നമ്മുടെ ഫോണിലേക്ക് പെയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്കിത് എങ്ങനെയാണെന്ന് നമുക്ക് ഫോണിൽ കൂടെ നോക്കാം. അപ്പൊ നമുക്കിതിൽ ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ ഫോണിൽ ഗൂഗിൾ ടിവി എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. അല്ലെങ്കിൽ ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലുണ്ടാവും. അതിനായിട്ട് നമുക്ക് ഇതിന്റെ ആപ്സിന്റെ അവിടെ നമുക്ക് ഗൂഗിൾ ടിവി എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. ഇതാണ് ഒരു ഗൂഗിൾ ടിവിയുടെ നോർമൽ ഒരു ഫോർമാറ്റ് വരുന്നത്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ആദ്യം കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ ടിവി നിയർ ബൈ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൽ കണക്ട് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ വൈഫൈ എന്റെ ഒരു വൈഫൈ ഓൾറെഡി ഈ ഒരു ടിവി ആയിട്ട് പെയർഡ് ആണ്. പെയർഡ് ആകുമ്പോൾ ഇതിൽ ഓൾറെഡി ബ്രാവിയോ ഈ ഒരു മോഡൽ നെയിം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോ എന്റെ ഈ ഒരു ഇതിലൊരു യൂണിക് കോഡ് വരും. ഇതാണ് ഇതിന്റെ ആ ഒരു ഡിവൈസ് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കോഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ കോഡ് ഇതിൽ അടിച്ചു കൊടുക്കാം. 00 നമുക്ക് 3292 ആണ് ആ കോഡ് വരുന്നത്. കോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പെയറായി. ഇങ്ങനെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു ഇതിൽ കൂടെ തന്നെ നമുക്ക് ഫോണിൽ കൂടെ തന്നെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ ഇവിടെ കണക്റ്റഡ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അടിയിലായിട്ട് റിമോട്ടിന്റെ ചിഹ്നം നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതാണ് ഇതിന്റെ ഒരു നോർമൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വോയിസും അതുപോലെ തന്നെ ഇതിന്റെ നോർമൽ ആയിട്ട് വരുന്ന ഹോം പേജസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വരും. പിന്നെ നമുക്ക് വേണമെങ്കിൽ വോയിസ് സെർച്ച് ചെയ്ത് കമാൻഡ് ചെയ്യാനും വോളിയം കൂട്ടാനും മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഈ ഒരു റിമോട്ടിൽ വരുന്നുണ്ട്. ഇതിന്റെ താഴെയായിട്ട് ഇപ്പൊ ഇത്തരത്തില് നമുക്ക് ഇപ്പൊ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇതില് ഈ ഒരു നോർമൽ ഫോർമാറ്റിൽ ഇപ്പൊ ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ വേണമെങ്കിൽ വാച്ചിങ് ലിസ്റ്റിൽ സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ടിവിയിൽ ആ ഒരു വാച്ചിങ് ലിസ്റ്റ് ഇപ്പൊ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ബ്രാവിയയില് ഇത് നമുക്ക് ആ വാച്ചിങ് ലിസ്റ്റ് സേവഡ് ആയിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്ഷനും കൂടി നമുക്ക് ഈ ഒരു റിമോട്ട് ഫോർമാറ്റിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ പറഞ്ഞ ഗൂഗിൾ ടിവി നമുക്ക് ഇതിൽ കണക്റ്റഡ് ആണ്. ഇതാണ് ഇതിന്റെ ഫോർമാറ്റ്. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ പോകുമ്പോൾ ഗൂഗിൾ ടിവി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് പെയർ ചെയ്ത് കയറണം. ഇത് കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ഓൾറെഡി ആദ്യം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫുൾ ആയിട്ട് ബാക്ക് പോവാം. നമുക്ക് ഈ മേൽഭാഗത്ത് നിന്ന് ഇത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഇന്റർഫേസ് കാണാനായിട്ട് പറ്റും. ഇത് നമുക്ക് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ചിലപ്പോൾ ഗൂഗിൾ ടിവി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടിവി റിമോട്ട് ഗൂഗിൾ ടിവി എന്നുള്ളത് നമുക്ക് ഈ ഒരു മേലെ ഭാഗത്തേക്ക് നമുക്കിത് ഓപ്ഷൻ ചെയ്തിടാം. അതിനുശേഷം നമുക്കിത് ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്ത് കളയാം. ഇതിൽ ടിവി റിമോട്ട് ബ്രാവിയ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ഇന്റർഫേസ് നമ്മുടെ ഫോണിൽ വരും. ഇനി നേരെ മറിച്ച് നമ്മൾ ഇത് പ്രസ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇന്റർഫേസിലേക്ക് ആയിരിക്കും ഇത് മാറാം. ഓൾറെഡി നമുക്ക് ഇതിൽ യൂട്യൂബ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ യൂട്യൂബ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിലൂടെ റിമോട്ടിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷനാണ്. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് കീബോർഡിൽ വരുന്നുണ്ട്. ഈ കീബോർഡിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇതിൽ ആദ്യം ഇതിൽ പവർ ഓൺ ഓഫ് വരുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ആ ഒരു പവർ ഓൺ ഓഫിന്റെ ചിഹ്നം നമുക്ക് കാണാനായിട്ട് പറ്റും. രണ്ടാമതായി 3 ഡോട്ട് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഡി-പാഡ് കൺട്രോൾ, അതായത് ഈ ഒരു നോർമൽ ഇന്റർഫേസിനെയാണ് ഈ ഡി-പാഡ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇത് നമുക്കിത് സ്വൈപ്പ് കൺട്രോൾ എന്ന് പറഞ്ഞ് കൊടുക്കാം. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്കിത് വേണമെങ്കിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇന്റർഫേസും കൂടി ഇതിൽ വരുന്നത്. നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഇതിൽ എങ്ങനെയാണ് വോയിസ് സെർച്ച് ചെയ്യാനായിട്ട്. അതിനായിട്ട് നമുക്ക് ഇതിൽ വോയിസിന്റെ ഒരു ചിഹ്നം ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ ഒരു ഇൻഡിക്കേഷൻ നമ്മുടെ ടിവിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു സമയത്ത് നമുക്കിതിൽ പ്ലീസ് ഓപ്പൺ യൂട്യൂബ് പറയണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൂടെ മേലെ കാണാം ഓപ്പൺ യൂട്യൂബ്. നമുക്ക് യൂട്യൂബ് ഡയറക്റ്റ് ആയിട്ട് വരും. ഇതുപോലെ നമുക്ക് ഏത് ഒരു ഇന്റർഫേസ് നമുക്ക് ഇതിൽ എടുക്കാനായിട്ട് പറ്റും ഈ ഒരു വോയിസിൽ കൂടെ. വീണ്ടും നമുക്ക് ഈ വോയിസിന്റെ തന്നെ ചെയ്യാം. വോളിയം 50, വോളിയം 100. ഇത്തരത്തിൽ നമുക്ക് കൂടിയും ഇതിൽ ഓപ്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൽ സെർച്ച് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷനും ഈ ഒരു ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ നമുക്ക് റിമോട്ട് ആയിട്ട് ഉപയോഗിക്കുക എന്നൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുമായിരിക്കും.